മാറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ദേവന് നേദിക്കുന്നതിന് മുമ്പ് മന്ത്രിക്ക് നൽകിയത് ആചാരലംഘനമെന്ന് തന്ത്രി. ആചാരലംഘനം നടന്നെന്ന് കാട്ടി ദേവസ്വം ബോർഡിന് തന്ത്രി കത്ത് നൽകിയിട്ടുണ്ട്. എ വി ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ജയശങ്കർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രി സ്വീകരിക്കുന്ന നിലപാട്? പരിഹാരക്രിയ ചെയ്യണം എന്നുള്ള നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത്, എ വി ജയശങ്കർ? രജിത്ത്, ഈ അഷ്ടമിരോഹിണി വള്ളസദ്യ ദിനത്തിലാണ് മന്ത്രിമാർക്ക് ഈ ദേവനെ നേദിക്കുന്നതിന് മുമ്പ് ഭക്ഷണം നൽകിയത്. ഈ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു മന്ത്രി പി പ്രസാദും ഒപ്പം തന്നെ ദേവസ്വം മന്ത്രിയും. ഈ ഘട്ടത്തിലാണ് വി എൻ വാസവനും പി പ്രസാദിനും ഇത്തരത്തിൽ ദേവനെ നേദിക്കുന്നതിന് മുമ്പ് വള്ളസദ്യ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ആചാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരിക്കുന്നത്. പരിഹാര ക്രിയ ചെയ്യണം എന്നാണ് നിർദ്ദേശം. ഈ അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിലെ മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതിയിലെ അംഗങ്ങളും ഭരണ ചുമതലയുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ദേവന് മുന്നിൽ ഉരുളി വെച്ച എണ്ണപ്പണം സമർപ്പിക്കണം. ഒപ്പം തന്നെ രഹസ്യമായല്ലാതെ ഇത് പരസ്യമായി ചെയ്യണം. ഒപ്പം തന്നെ 11 പറ അരിയുടെ സദ്യ വെക്കണമെന്നും തിടപ്പള്ളിയിൽ 1 പറ അരിയുടെ നിവേദ്യവും 4 കറിയും ഉണ്ടാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സദ്യ ദേവന് സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പണമെന്നും നിർദ്ദേശമുണ്ട്. ഇനി ഇത്തരത്തിലുള്ള അബദ്ധം ഉണ്ടാകില്ലെന്ന് വരും കാലങ്ങളിൽ ഇത്തരത്തിൽ പരസ്യമായി വള്ളസദ്യ നടത്താമെന്ന് സത്യം ചെയ്യണമെന്നുമാണ് തന്ത്രി ഇപ്പോൾ എന്തായാലും ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ മേൽ നടപടികൾ എന്തുണ്ടാകുമെന്ന് അറിയില്ല. അന്ന് ഇത്തരത്തിൽ മന്ത്രിമാർക്ക് നേരത്തെ ഭക്ഷണം നൽകിയതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ ചില പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികളും ലഭിച്ചിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ എന്തായാലും തന്ത്രി ദേവസ്വം ബോർഡിന് ഔദ്യോഗികമായി കത്ത് നൽകിയിരിക്കുന്നത്. രജിത്ത്. ശരി, എ വി ജയശങ്കർ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.